കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ മുഴുവൻ അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അങ്ങനെ ഗ്രാമങ്ങളിൽ UDF തലയുയർത്തി നിൽക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDFൻ്റെ ഒരു ആധികാരിക മുന്നേറ്റം വിളംബരം ചെയ്തുകൊണ്ടാണ് പുതിയ ഭരണസമിതികൾ അധികവും അധികാരമേറ്റത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്നലെ നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളാണ് കൂടുതലും വിജയിച്ചത്. കണക്കുകൾ ആർക്കൊപ്പമെന്ന് പല ദിവസങ്ങളിലായി വാർത്തകൾ വന്നതല്ലാതെ അവസാനം അധ്യക്ഷൻ പോയി ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം എന്ന് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ തീർച്ചയായും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള 541 ഗ്രാമപഞ്ചായത്തുകളിൽ ഏകദേശം 560ഓളം ഗ്രാമപഞ്ചായത്തുകളും UDFനൊപ്പം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ വരാനിടയുണ്ട്. കാരണം ചിലയിടത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നു. പകുതിയിലേറെയും പിടിച്ചെടുത്ത UDF തദ്ദേശ ഭരണരംഗത്ത് തങ്ങളുടെ സ്വാധീനം ഇക്കുറി വലിയ രീതിയിൽ തെളിയിച്ചിരിക്കുകയാണ്. 500-ലേറെ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചു. അതിനു പുറമെ ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കുറെ കാലത്തിന് ശേഷം ആ പാർട്ടി നേരിട്ട നല്ല സംഭവങ്ങളിലൊന്നാണ്. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 അതുപോലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയോളവും UDF സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, മലപ്പുറം, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ UDF വ്യക്തമായ മേധാവിത്വം തന്നെ പുലർത്തി. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ SC സംവരണ വിഭാഗത്തിൽ നിന്നും, അതുപോലെ കോഴിക്കോട്, ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നും UDFൻ്റെ പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവികൾ അലങ്കരിച്ചു. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഷ്ടിച്ച് 3 ജില്ലകളിൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് UDFനൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും വലിയ ആധിപത്യം ആണ് UDF നേടിയത്. കോർപ്പറേഷനുകളിൽ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസിൻ്റെ കൈകളിലാണ്. മുനിസിപ്പൽ അധ്യക്ഷന്മാരുടെയും കോർപ്പറേഷൻ മേയർമാരുടെയും തെരഞ്ഞെടുപ്പ് ആദ്യ ദിവസം തന്നെ പൂർത്തിയായതാണ്. ആകെയുള്ള 86 മുനിസിപ്പാലിറ്റികളിൽ 54 UDF ഭരണം ഉറപ്പിച്ചു. കോട്ടയം ജില്ലയിലെ 6 മുനിസിപ്പാലിറ്റികളിൽ 6 UDF അധികാരത്തിലെത്തിയത് ശ്രദ്ധേയമായത് ജോസ് കെ മാണിയുടെ പതനം കൊണ്ടാണ്. 6 കോർപ്പറേഷനുകളിൽ 4 UDF സാരഥികൾ ഭരണമേറ്റത് ചരിത്രത്തിൽ തന്നെ ആദ്യമെന്ന് പറയാം. വൻ തിരിച്ചുവരവാണ് ഇത്തവണ അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെച്ചത്. 2020-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ ഗ്രാമ നഗര ഭരണങ്ങളെല്ലാം അങ്ങനെ UDF പിടിച്ചെടുത്തത്. അഴിമതിയിലും ഭരണസ്തംഭനത്തിലും വലഞ്ഞ ജനങ്ങൾ LDF ഭരണത്തിന് നൽകിയ തിരിച്ചടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. UDFൻ്റെ ഈ ചരിത്ര വിജയം 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം അത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമായി പുതിയ ഭരണസമിതികൾ മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയാകുമ്പോൾ ഭരണ സംവിധാനം അതിൻ്റെ വഴിക്ക് എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുമ്പോൾ ഇതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതുപോലെ തന്നെ സംഘടനാ സംവിധാനവും ഒപ്പം കൊണ്ടുപോയാൽ ഒരുപക്ഷെ UDFന് പ്രതീക്ഷിക്കാം.